തലയോലപ്പറമ്പുള്ള വാട്ടർ അതോറിറ്റിയുടെ ടാങ്കാണ് ഈ കാണുന്നത്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 10.5 ലക്ഷം ലിറ്റർ വെള്ളമാണ്. ഇവിടെ നിന്ന് സപ്ലൈ പോകുന്നത് വൈക്കം, തലയോലപ്പറമ്പ് ഏരിയ, ചേർത്തല ഇങ്ങനെയുള്ള ഭാഗത്തോട്ടെല്ലാമാണ് ഈ ടാങ്കിൽ നിന്ന് വെള്ളം പോകുന്നത്. 60 വർഷത്തിൽ മേളിലായി ഈ ടാങ്ക് ഇവിടെ പണിതിട്ട്. ഇത് ഈ നാട്ടുകാർക്ക് ഞാനിവിടെ അന്വേഷിച്ചപ്പം ഇന്നേ വരെ കുടിവെള്ളം മുടങ്ങിയിട്ടില്ല. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വാട്ടർ ടാങ്കാണ്. അപ്പോൾ നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ ഇപ്പോൾ പുതിയതായിട്ട് ഒരു വാട്ടർ ടാങ്ക് പണിയുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ തലയോലപ്പറമ്പിലുള്ള 60 വർഷത്തിന് മുമ്പ് പണിത വാട്ടർ ടാങ്ക് 10.5 ലക്ഷം യൂണിറ്റ് വെള്ളം കൊള്ളുന്നു. 60 വർഷത്തിന് മുമ്പേ പണിതതാണെന്ന് ഓർക്കണം. ഇപ്പോൾ നമ്മുടെ ചങ്ങനാശ്ശേരി പണിതുകൊണ്ടിരിക്കുന്ന വാട്ടർ ടാങ്ക് 15 ലക്ഷം ലിറ്റർ വെള്ളമാണ്. അതിനിഷ്ടം നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലോട്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങളും ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അതിപ്പോഴത്തെ ടെക്നോളജി വെച്ച് ഒരു 25 ലക്ഷം യൂണിറ്റ് വെള്ളം ആക്കാവുന്ന രീതി പണിയാം. എന്ന് വെച്ചാൽ 60 വർഷം മുമ്പേ അവിടെ അത് പണിയാമെങ്കിൽ ഇപ്പോൾ അതിലും നല്ല ടെക്നോളജി വെച്ച് നമുക്കൊരു 25 ലക്ഷം ലിറ്റർ വെള്ളമാക്കി കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരിയിൽ കുടിവെള്ളത്തിന് ഒരിക്കലും നമുക്ക് ക്ഷാമം ഉണ്ടാകത്തില്ല. ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു സംഭവം എന്നാന്ന് ചോദിച്ചാൽ, ഇത് നമ്മൾ വെള്ളം നമുക്ക് വരേണ്ടത് കറ്റോട് നിന്നാണ്. ഇപ്പോഴത്തെ ഉണക്ക് വെച്ച് കറ്റോട് വെള്ളം കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇത് 2 യൂണിറ്റായിട്ട്, ഒന്ന് കറ്റോട് നിന്ന് എടുക്കുന്ന സംവിധാനവും ഒന്ന് കല്ലിശ്ശേരിയിൽ നിന്ന് എടുക്കുന്ന സംവിധാനവും കൂടെ ഇത് ചെയ്ത് വേണം ഈ വർക്ക് നമുക്ക് ചെയ്തെടുക്കാൻ. അല്ല, കറ്റോട് നിന്ന് വെള്ളം കിട്ടാൻ സാധ്യത വളരെയധികം കുറവാണ്. അപ്പോൾ വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടി പണിയുമായിരുന്നെങ്കിൽ ഒരു 25 ലക്ഷം യൂണിറ്റ് വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കായിരുന്നു നമുക്ക് ചങ്ങനാശ്ശേരി വേണ്ടിയിരുന്നത്. ഇത് നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ വാട്ടർ ടാങ്ക് ആണ്. ഇത് 15 ലക്ഷം എന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ ഇത് ഹൈറ്റുണ്ട്, സംഭവം ടാങ്കിന് ഹൈറ്റുണ്ട്. തലയോലപ്പറമ്പിൽ ഹൈറ്റ് കുറവാണ്. 15 ലക്ഷം ഉണ്ടെങ്കിൽ നല്ലത്. അപ്പോൾ ഇത് രണ്ടും, അതായത് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. അത് 10.5 ലക്ഷം 60 വർഷത്തിന് മുമ്പേ പണിതാണ്. 10.5 ലക്ഷത്തിൻ്റെയാണ്. ഇത് വന്നിട്ട് 15 ലക്ഷം. അല്പം കൂടെ ഒരു 25 ലക്ഷമൊക്കെ കപ്പാസിറ്റി ആക്കാമായിരുന്നു. ഇത്രയും സ്ഥലം ഫ്രണ്ടേജൊക്കെ ഇല്ല. അപ്പം ഇച്ചിരി കൂടെ ദീർഘവീക്ഷണത്തിലൊക്കെ ഈ ടാങ്ക് പണിയാമായിരുന്നു.